ഗണേഷ് കുമാറിനെ മോശമായ സാഹചര്യത്തിൽ കണ്ടുവന്ന് ഭാര്യ ബിന്ദു. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയെ പിന്നീട് കാറിൽ കയറ്റിക്കൊണ്ടുപോയി. എല്ലാത്തിനും തന്റെ പക്കൽ തെളിവുണ്ട്. താൻ വിളിച്ചിട്ട് പോലീസ് വന്നുവെങ്കിലും വീട്ടിലേക്ക് കയറാൻ തയ്യാറായില്ല. തങ്ങൾക്ക് ഇടപെടാൻ കഴിയാത്ത വിഷയമാണെന്നായിരുന്നു പോലീസ് നിലപാട്. തന്റെ ഫോൺ പിടിച്ചെടുക്കാൻ മന്ത്രിയുടെ സ്റ്റാഫ് ശ്രമിച്ചുവെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ. മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന്. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ഫോട്ടോ ശ്രമിച്ചപ്പോൾ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞ് എന്നെ ഹി വാസ് ട്രൈങ് ടു അസോൾട്ട് മീ, ട്രൈ ടു ടേക്ക് സ്നാച്ച് മൈ ഫോൺ. ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ലേഖ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് കണ്ടപ്പോൾ അവരെന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഞാൻ ഓടി. ഐ റാൻ ഔട്ട്. പോലീസ് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ നേരത്ത് പ്രദീപ് എന്ന് പറഞ്ഞാല് എന്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതില് എന്റെ കൈ പിടിച്ച് വാതിൽ അടയ്ക്കാനൊക്കെ നോക്കി. ഞാൻ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഗണേഷ് കുമാർ ഈ സ്ത്രീയായിട്ട് സ്ത്രീനെ കൊണ്ടുവന്ന കാറിൽ ശാന്തം കയറ്റി. ശാന്തം കൊണ്ടുപോയി ഗണേഷ് കുമാർ ഉള്ളിലേക്ക് ഓടി വാതിലടച്ചു. ഇതാണ് ഉണ്ടായത്. പോലീസ് വന്ന് എന്നോട് ചോദിച്ചു യാമിനി തങ്കച്ചിയാണോ? ഐ സെഡ് നോ, മൈ നെയിം ഇസ് ബിന്ദു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെങ്ങനെ, അപ്പൊ ഞങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല. മന്ത്രിയുടെ വേറെ സ്റ്റാഫായ മനോജ് വന്നു. മനോജ് വന്ന് എന്നോട് ചേച്ചി ഒന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യില്ല, പക്ഷെ എനിക്ക് ഐ നീഡ് പ്രൊട്ടക്ഷൻ. എന്നെ അപമാനിക്കാനും എന്നെ ഉപദ്രവിക്കാനും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. ചേച്ചി ഒന്ന് അടങ്ങ്, ഒന്ന് സാധാരണ ഒരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്ക്. എന്റെ കാലില് മനോജ് വീഴാണ്. മന്ത്രി പോയി ഉള്ളിൽ പോയി വാലടച്ചു. ഞാൻ പറഞ്ഞു എന്റെ ഡോക്യുമെന്റ്സ് എങ്കിലും എനിക്ക് അറ്റ്ലീസ്റ്റ് എടുക്കണം. മനോജ് പറഞ്ഞു മിനിസ്റ്ററുടെ വീട്ടിലേക്ക് പോലീസ് കയറാൻ പറ്റില്ല. വീട്ടിലേക്ക് പോലും വന്നില്ല. ഭാര്യയുടെ പരാതിക്ക് പിന്നാലെ വിവാദത്തിലായ മന്ത്രി ഗണേഷ് കുമാർ കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് വിശദീകരിക്കും. വിവരങ്ങളുമായി സെയ്ഫ് സൈലാബ്ദീനുണ്ട്. സെയ്ഫ്, ഗുരുതരമായ ആരോപണങ്ങളാണ് മന്ത്രിക്കെതിരെ ഉയർന്നു വരുന്നത്. ഇക്കാര്യത്തിൽ മന്ത്രിയുടെ പ്രതികരണവും അത്ര ഒരു വ്യക്തതയുള്ളതല്ല. പരിഹസിച്ച് തള്ളുകയാണ് മന്ത്രി ചെയ്തത്. ഇപ്പോൾ മുഖ്യമന്ത്രിയോട് വിശദീകരിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയല്ലേ? അതെ, അതൊരു സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് അവർ കാണുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായി സ്ത്രീ സുരക്ഷ മാറ്റുക എന്നുള്ളതാണ് അവർ കണ്ടിരുന്നത്. ഇന്നലെ ഇപ്പോൾ നടി ഭാവന അഭിനയിച്ച ഒരു പരസ്യചിത്രം പുറത്തു വന്നപ്പോൾ അതിനകത്ത് സ്ത്രീ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഊന്നൽ നൽകിയിരുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും ആ സ്ത്രീ സുരക്ഷയുടെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ അതിനെ കൈകാര്യം ചെയ്യുന്നതെന്ന്. അതിനിടയിലാണ് ഈ മന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഭാര്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതിന് മറുപടി പറയുന്നത് ഗണേഷ് കുമാർ ആദ്യമായിട്ട് അല്ല. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിൽ ആരോപണം ഉയരുകയും അന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. അത് യാമിനി തങ്കച്ചിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നതെങ്കിൽ അത് പിന്നീട് ഡിവോഴ്സായി. അതിനുശേഷം ആണ് ബിന്ദു മേനോനെ അദ്ദേഹം കല്യാണം കഴിക്കുന്നത്. ബിന്ദു മേനോനെ കല്യാണം കഴിച്ച് അവർ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവർ കഴിഞ്ഞൊരു 2-2.5-3 മാസക്കാലമായിട്ട്, തിരക്കുമ്പോൾ ഒരു 3 മാസക്കാലമായിട്ട് ഇവർ ഒരു വീട്ടിലല്ല, ഒരുമിച്ചല്ല താമസം. വാളകത്തെ ആ വീട്ടിലാണ് ഗണേഷ് കുമാർ താമസിക്കുന്നതെങ്കിൽ അവർ ഒരുമിച്ചല്ല അവിടെ താമസം, സെപ്പറേറ്റഡ് ആയിട്ടാണ് താമസിക്കുന്നത്. അവർ ഡിവോഴ്സിൻ്റെ വക്കിലാണ് ഉള്ളത്. ഡിവോഴ്സിൻ്റെ വക്കിൽ ഉള്ളപ്പോഴും ഈ സ്വത്തുമായി ബന്ധപ്പെട്ട് ചില ഈ ഡിവോഴ്സ് ആവുന്ന സമയത്ത് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ അതിൻ്റെ മറ്റും എഴുത്തുകുത്തും മറ്റും പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയിലാണ് ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഉച്ചയോടുകൂടി ബിന്ദു മേനോൻ വാളകത്തെ കുടുംബ വീട്ടിലേക്ക്, ഗണേഷ് കുമാറിൻ്റെ വീട്ടിലേക്ക് എത്തുകയും നേരെ വീട്ടിനകത്തേക്ക് കയറി അദ്ദേഹത്തിൻ്റെ റൂം തുറക്കുമ്പോൾ കാണാൻ പാടില്ലാത്ത കാര്യം ഗണേഷിനെ ആ രീതിയിൽ കണ്ടു എന്നാണ് ഇവർ വിശദീകരിക്കുകയും ഇവർ ഫോൺ എടുത്ത് അത് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അത് വീഡിയോ അല്ല, ഫോൺ എടുത്ത് ഫോട്ടോസ് അതുമായി ബന്ധപ്പെട്ട് എടുത്തു. അപ്പോൾ മന്ത്രി അതിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ, ശാന്തൻ അടക്കമുള്ള മനോജ് അടക്കമുള്ളവരെ വിളിച്ചത് പിടിച്ചു വാങ്ങൂ എന്ന് പറയുകയും അങ്ങനെ പിടിച്ചു വാങ്ങാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ ആ സമയത്താണ് ശ്രീലേഖ IPS മുൻ DGP ശ്രീലേഖയുടെ ഭർത്താവിൻ്റെ പെങ്ങളാണ് ബിന്ദു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബന്ധം ഇവർ തമ്മിലുണ്ട്. അങ്ങനെ ശ്രീലേഖയെ വിളിക്കുകയും ശ്രീലേഖ പറഞ്ഞതനുസരിച്ചാണ് 112ലേക്ക് വിളിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 112ലേക്ക് വിളിച്ചപ്പോൾ പോലീസ് അറ്റൻഡ് ചെയ്തു. പോലീസ് അതിനുശേഷം
വീട്ടിലേക്ക് വരികയുണ്ടായി. വീട്ടിലേക്ക് വന്ന ശേഷമുള്ള കാര്യങ്ങളാണ് ബിന്ദു വിശദീകരിച്ചത്. ആ വീട്ടിൻ്റെ അകത്തേക്ക് പോലീസ് കയറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ എന്തെങ്കിലും പോലീസ് സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല. ഇവർ യാമിനി തങ്കച്ചിയാണോ എന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. ബിന്ദു ആണ് ഭാര്യയാണെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് ആ വിഷയം അവിടെ അവസാനിപ്പിച്ച് പോവുകയാണ് ചെയ്തത്. എന്നിട്ടും പോകാൻ കൂട്ടാക്കിയില്ല ഇവർ. ബിന്ദു പോകാൻ കൂട്ടാക്കിയില്ല, വീട്ടിൽ നിന്ന് പോകാൻ കൂട്ടാക്കിയില്ല. അവിടെ നിന്ന് എന്തോ എടുക്കാനുണ്ടായിരുന്നു, എന്തോ രേഖയോ മറ്റോ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ മനോജ് അടക്കമുള്ളവർ വന്ന് സംസാരിച്ചതിന് ശേഷമാണ് പിന്നീട് ആ സ്ത്രീ, ഗണേഷിന് കൂടെ ഉണ്ടായിരുന്നു പറയപ്പെടുന്ന സ്ത്രീ, അവരെ കാറിൽ കയറ്റി ശാന്തനൊപ്പം വിട്ടത്. എന്നിട്ട് മന്ത്രി കതവടച്ച് അകത്ത് കയറി. അപ്പോൾ ശാരീരികമായി തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി സ്റ്റാഫുകൾ ഉപദ്രവിച്ചില്ല, പക്ഷെ ഫോൺ പിടിച്ച് വാങ്ങാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടായി. തന്നെ അസോൾട്ട് ചെയ്യുന്ന ഒരു ഇടപെടലാണ് അവിടെ നിന്ന് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ പരാതി കൊടുക്കാൻ വേണ്ടി ഇതുവരെ ബിന്ദു മേനോൻ തയ്യാറായിട്ടില്ല. പോലീസിൽ അത് പരാതിയായി എത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവർ തമ്മിൽ സൗഹൃദമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മകൾ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചിട്ടുണ്ടാവണം. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ചെവിയിലേക്ക് എത്തിയിട്ടുണ്ടാകണം. കുടുംബകാര്യമായോണ്ടാണോ എന്നറിയില്ല. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല. എന്തായാലും ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിക്കും. നാളെ മന്ത്രിസഭാ യോഗമുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ മുഖ്യമന്ത്രിയോട് ഫോണിലൂടെയും മറ്റും ആ കാര്യങ്ങൾ വിശദീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിനൊപ്പം പറയേണ്ടത്, പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ് പോലീസ് ആ വിഷയത്തിൽ അന്ന് ഇടപെടാതിരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായി ആ വിഷയം നമുക്ക് ഒന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്.